ഹോളിവുഡ് സിനിമകളിലൂടെ മാത്രം നമ്മൾ കണ്ട പോസ്റ്റ് അപ്പോക്കലിപ്സ്റ്റ് യുഗത്തെ മിത്തുകളും പുരാണങ്ങളുമായി സംയോജിപ്പിച്ചൊരുക്കിയ നാഗ് അശ്വിന്റെ സിനിമാറ്റിക് മാർവൽ ആണ് കൽക്കി 2898 AD. കെട്ടുകഥകളുടെയും പുരാണങ്ങളുടെയും അടിസ്ഥാനമാക്കി നിരവധി സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ സിനിമ വരുന്നത് ഇതാദ്യമാകും. AI ടെക്നോളജിയും റോബോട്ടുകളും അരങ്ങി വാഴുന്ന ലോകത്ത് ഗാണ്ഡവത്തിൻ്റെയും അല്ലെങ്കിൽ അർജുൻ്റെ വില്ല്, ചിരഞ്ജീവിയായ അശ്വത്ഥാത്മാവിൻ്റെയും എന്തു കാര്യം? എവിടെയാണ് നാഗ് അശ്വിൻ്റെ ഈ ഒരു സാങ്കല്പിക കഥ കെട്ടുകഥകൾക്കും അപ്പുറമുള്ള കാഴ്ചവിസ്മയമായി മാറുന്നത്? BC 3101 മഹാഭാരത ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി 2898 AD വരെ സംഭവിക്കുന്ന സഹസ്രബന്ധങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 60,000 വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകത്തെ അവശേഷിക്കുന്ന 2 നഗരങ്ങളാണ് കാശിയും ശംഭാലയും. ശംഭാല പ്രതീക്ഷയുടെ നഗരമാണെങ്കിൽ കാശി നാശത്തിന്റെ വക്കിലാണ്. ഗംഗാ നദി വറ്റി വരണ്ട് ആഹാരം കിട്ടാക്കാനിയായി. ജീവൻ നിലനിർത്താൻ ആവശ്യമായതെല്ലാം ഒരു മനുഷ്യനിർമ്മിത കോംപ്ലക്സിലുള്ളത്. പാവപ്പെട്ടവന് അങ്ങോട്ടേക്ക് കടക്കാനേ ആകില്ല. ആകാശത്തിൽ നിൽക്കുന്ന തലതിരിഞ്ഞ പിരമിഡ് ഘടനയാണ് കോംപ്ലക്സ് സിറ്റിയുടേത്. അത് ഭരിക്കുന്നത് സുപ്രീം യാസ്കിൻ എന്ന 200 വർഷം പ്രായമുള്ള ഒരു രാക്ഷസനും. ദൈവത്തിന്റെ കാലം കഴിഞ്ഞെന്നും താനാണ് ഇനി ആ സ്ഥാനത്ത് എത്തുമെന്നുമാണ് യാസ്കിൻ വിശ്വസിക്കുന്നത്. കാശിയിലെ ഒരു ബൗണ്ടി ഫൗണ്ടറാണ് വൈരഭ. എങ്ങനെയും കുറിച്ച് വിമതരെ പിടികൂടി പോയിന്റ് സമ്പാദിച്ച് കോംപ്ലക്സിനുള്ളിൽ കയറിക്കൂടുകയാണ് ഭൈരവയുടെ ലക്ഷ്യം. റിലീസ് ചെയ്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ 200 കോടിയിലേക്ക് കുതിക്കുകയാണ് നാഗ് ചിത്രമായ ഈ ഒരു കൽക്കി. ചിത്രത്തിൽ കമലഹാസൻ അവതരിപ്പിച്ച യാസ്കിൻ എന്ന കഥാപാത്രത്തെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കൽക്കിയിലെ തന്റെ റോൾ തുടക്കം മാത്രമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് കമലഹാസൻ. പ്രഭാസ് നായകനായി എത്തിയ കൽക്കി 2898 AD പ്രശംസിച്ച് രജനികാന്ത് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. സംവിധായകൻ നാഗ് അശ്വിൻ ഇന്ത്യൻ സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിച്ചു എന്ന് രജനികാന്ത് പറഞ്ഞിരിക്കുകയാണ്. എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു നടന്റെ പ്രതികരണം എന്ന് പറയുന്നത്. കൽക്കി കണ്ടു, വാവ്, എന്ത് ഇതിഹാസ ചിത്രം! സംവിധായകൻ നാഗ് അശ്വിൻ ഇന്ത്യൻ സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിച്ചു. നാഗ് അശ്വിനും അമിതാഭ് ബച്ചനും പ്രഭാസും കമലഹാസനും ദീപിക പദുകോണും ഒപ്പം മുഴുവൻ കൽക്കി ടീമും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നിങ്ങനെയാണ് രജനികാന്ത് എക്സിൽ കുറിച്ചത്. 2ാം ഭാഗത്തിനായി കാത്തിരിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അല്ലു അർജുനും കൽക്കിയെ പ്രകീർത്തിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായം അറിയിച്ചിരിക്കുകയാണ്. അതിഗംഭീരമായ ദൃശ്യവിസ്മയമാണ് കൽക്കി എന്ന് പറഞ്ഞ താരം ചിത്രത്തിലെ താരങ്ങളായ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുകോൺ, ദിഷ പട്നി എന്നിവരെയും അണിയറ പ്രവർത്തകരെയും നിർമ്മാതാക്കളെയും സംവിധായകനെയും പ്രശംസിക്കാൻ മറന്നില്ല. താരത്തിന്റെ കൽക്കി എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവെന്നത് ഈ പോസ്റ്റിലൂടെ വ്യക്തമാവുന്നതാണ്. BC 3101 മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി 2898 AD വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. മഹാനടിക്ക് ശേഷം നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ്